മോളൂട്ടി, ക്ഷേത്രക്കുട്ടി ഉഗ്രനായിട്ട് പാടി. മോടെ ആ കുഞ്ഞി ശബ്ദത്തിൽ കേട്ടപ്പം ശരിക്കും പറഞ്ഞ ദൈവം ഇങ്ങനെ ഇറങ്ങി വരുന്ന പോലെ. എല്ലാ ദൈവങ്ങളും, യേശുദേവനും എന്ന് വേണ്ട അള്ളാഹുവും എല്ലാ ദൈവങ്ങളും ഇങ്ങനെ ഇറങ്ങി വന്ന് മോളെ അനുഗ്രഹിക്കുന്ന പോലെ. നന്നായിരുന്നു മോളെ, നല്ല ക്യൂട്ട് ശബ്ദമാണ് മോടെ. അത് കേൾക്കുമ്പം എന്താണ്, എത്ര ദേഷ്യം വന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനും അങ്ങ് അല്ലേ, അങ്ങ് സോഫ്റ്റായി. മോടെ മുമ്പിൽ മുട്ടുകുത്തി, ഞാൻ മുട്ടുകുത്തി എന്നായി പാട്ട് കേട്ടു. കാരണം വെച്ചാൽ അത്രയ്ക്ക് സോഫ്റ്റാ മോളിങ്ങനെ എന്താ പറയുക, അലുവ പോലെ സോഫ്റ്റ് ആയിട്ട് പാടി. ബ്യൂട്ടിഫുൾ ആയിരുന്നു, വലിയൊരു കാര്യം. മക്കളെ, അണ്ണന്റെ മുട്ടിലെ തൊലി പോയി. ആ മക്കളെ, എന്തെങ്കിലും ഓയിൻമെന്റ് മേടിച്ച് കൊടുക്കുക കേട്ടോ അങ്കിളിന്. മോള് നന്നായിട്ട് പാടിയടാ, നല്ല ക്യൂട്ടായിട്ട്, നല്ല മനസ്സിലായില്ല മക്കളെ. അത്ര സ്വീറ്റ് ആയിരുന്നു മോടെ ശബ്ദം. ആഹാ, യോ പളുങ്ക് പോലെ. ഓ എന്ത് രസമായിരുന്നു പാടിയത്. ഇത്ര രസമായിട്ട് എന്തിനാ മോള് പാടിയത്? അതല്ലേ നല്ലത്. സംഭവിച്ചു. ശരി മക്കളെ, എന്തൊക്കെയാലും കുറെ സന്തോഷം. ഇതിലൊരു ഇംഗ്ലീഷ് വാക്കുണ്ട്, ഏതാണെന്നറിയോ പാട്ടില്? മാമനറിയോ? വണ്ടേന്നുണ്ട്. ആ പല്ലവി തന്നെ. എനിക്ക് തോന്നുന്നു ഹരിനാരായണൻ എഴുതുന്ന ആദ്യത്തെ ഒരു ഇംഗ്ലീഷ് പദം വെച്ചിട്ടുള്ള ഒരു പാട്ടായിരിക്കും. ആദ്യത്തെ ലൈൻ പാടിക്കേ. അയ്യോ, അത് എന്നെ അല്ല കുറ്റം പറയണ്ടേ, മാമനെ പറ. ഞാൻ ഉണ്ടായിരുന്നെ. പിന്നെ മോളെ ക്ഷേത്രക്കുട്ടി കൂടുതൽ നന്നായി പോയല്ലോ, ഭയങ്കര ക്യൂട്ടായിരുന്നു. പിന്നെ മോളെ ഈ ഒരു വാക്കിലെ ഉയരിന്റെ കൺമണിയെ എന്നൊക്കെ പറഞ്ഞത്, ഓ നമ്മുടെ കൺമണിയാണ് ക്ഷേത്രക്കുട്ടി. അല്ലേ അല്ലേ? അതേ പറ. നിത്യ പറഞ്ഞോണ്ടോ കുഞ്ഞിനൊരു സംശയം തോന്നി. ക്ഷേത്രക്കുട്ടി എന്നാ സൂപ്പർ ആയിരുന്നു കേട്ടോ, വളരെ ക്യൂട്ടായിട്ട് പാടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളെ. ക്ഷേത്രക്കുട്ടി, വേറൊന്നും ഇല്ലല്ലോ പറയാൻ? കടങ്കഥ വല്ലതും ഉണ്ടോ? അതാണ് എനിക്കിങ്ങനെ തോന്നി. ഇങ്ങനെ പോരടെ. ഇത്ര പാവമായിട്ടുള്ള എന്നോടാണോ മക്കളെ? ശരി ചോദിക്കും. ഒന്നിനെ രണ്ടാക്കാനും രണ്ടിനെ വീണ്ടും ഒന്നാക്കാനും എങ്ങനെയാ? സംഭവം? അയ്യോ, എനിക്ക് 2 തീപ്പട്ടിക്കൊള്ളി കിട്ടിയാ ഞാൻ വെച്ച് തരാം. ഒന്നിന് മേളിൽ ഒന്ന് വയ്ക്കുമ്പോ അതൊന്ന്, എടുത്ത് വെക്കുമ്പോ 2, പിന്നെ അത് തിരിച്ച് മേളിൽ വെക്കും, അപ്പൊ 1. ആണോ? ഉത്തരവ് പറഞ്ഞൂടാ കുഞ്ഞിനോട്ടോ. ആ എന്താ ക്ലൂ? ഒരു ക്ലൂ തരുമോ മക്കളെ? എനിക്ക് വലിയ ബുദ്ധിയുള്ള ആളൊന്നുമല്ല, അപ്പൊ എന്നെ ഒന്നിനെ രണ്ടാക്കാനും രണ്ടിനെ ഒന്നാക്കാനും പറ്റുന്ന സാധനം ഏത്? എനിക്കുണ്ടാവുന്നു. അത് ബുദ്ധിയാ? ബുദ്ധിയില്ല മക്കളെ. പിന്നെ MG അങ്കിളുടെ ഉണ്ടോ? ഇല്ല, എന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. എന്തോ സ്പെഷ്യൽ? ഒന്നിനെ രണ്ടാക്കാനും രണ്ടിനെ ഒന്നാക്കാനും. ഒന്നിനെ രണ്ടാക്കാനും രണ്ടിനെ ഒന്നാക്കാനും. നമ്മള് തോറ്റു. ഞങ്ങള് തോറ്റ്. അതാണ് പറഞ്ഞ അണ്ണാച്ചിരുത്തി ചോദ്യം ചോദിച്ചതും കൃത്യമായിട്ട് അണ്ണാച്ചിയുടെ ഉണ്ടെന്ന് പറഞ്ഞതും അതുകൊണ്ടാണ്. അല്ല, അച്ഛനെ അറിയാം. അല്ല, അത് ഇടുന്നത് കൊണ്ടാ കുഞ്ഞു കറക്റ്റായിട്ട് പറഞ്ഞത്. അണ്ണനൊക്കെ എന്തോന്ന് എനിക്കുണ്ടെന്ന് പറഞ്ഞില്ല. ആ അതെ, കൃത്യമായിട്ട് അണ്ണാച്ചിരുന്ന ചോദ്യം ചോദിച്ചു. വായില അത് വെക്കേണ്ടത്.